നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹാട്രിക് ജയത്തിനായി NK പ്രേമചന്ദ്രൻ, MLA പദവിയിൽ നിന്നും MP ആകാൻ മുകേഷ്, താമര വിരിയിക്കാൻ കൃഷ്ണകുമാർ. കൊല്ലത്തെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള BJPയുടെ 5ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസം പുറത്തുവന്നതോടെ കൊല്ലത്ത് ത്രികോണപ്പോർ നടക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുകയാണ്. നടനും BJP നേതാവുമായ G കൃഷ്ണകുമാറാണ് കൊല്ലത്ത് NDA സ്ഥാനാർത്ഥി. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി നടനും MLAയുമായ മുകേഷാണ്. UDFനായി കളത്തിലിറക്കിയിരിക്കുന്നത് സിറ്റിംഗ് MP കൂടിയായ NK പ്രേമചന്ദ്രനെയും. കൊല്ലത്ത് തീ പാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വാശിയേറിയ ത്രികോണപ്പോരിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ് ഇവിടെ. 2019 1.5 ലക്ഷത്തോളം വോട്ടുകളോടെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയും RSP നേതാവുമായ NK പ്രേമചന്ദ്രൻ വിജയിച്ച മണ്ഡലമാണ് കൊല്ലം. RSPയുടെ തറവാടായിട്ടാണ് കൊല്ലത്തെ വിശേഷിപ്പിക്കുന്നത്. NK പ്രേമചന്ദ്രൻ 3ാം വിജയത്തിലേക്ക് അടുക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് UDF. എങ്കിലും പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തു എന്നതടക്കമുള്ള ആരോപണ ശരങ്ങളെ UDF എങ്ങനെ അതിജീവിക്കും എന്നതാണ് അറിയേണ്ടത്. ഇടതു വോട്ടുകൾ ചോർത്തിയെടുത്ത് കുതിച്ച ചരിത്രമുള്ള സ്ഥാനാർത്ഥി കൂടിയാണ് NK പ്രേമചന്ദ്രൻ. മുഖ്യ എതിരാളികളെ നേരിടാൻ CPMലെ മുകേഷിന് കഷ്ടപ്പെടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൊഴിലാളി വോട്ടുകളാണ് മുന്നണികളുടെ കണ്ണുകളേറെ. G കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥിയായി കളത്തിൽ നിറയുകയാണ്. എന്തായാലും അന്ത്യനിമിഷത്തിൽ BJP പൊട്ടിച്ചത് വമ്പൻ സർപ്രൈസ് തന്നെയാണ്. എന്തായാലും കൊല്ലത്തെ കളികൾ മാറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇടത് സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് ഏറെ സാന്നിധ്യമുള്ള ലോക്സഭാ മണ്ഡലം കൂടിയാണ് കൊല്ലം. 1957 മുതലുള്ള കൊല്ലത്തിന്റെ ചിത്രം ഇത് കൃത്യമായി വരച്ചു കാണിക്കുന്നതാണ്. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് RSP ആണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് നൽകാതിരുന്നതിൽ പ്രതിഷേധിച്ച് RSP കേരള ഘടകം ഇടതുമുന്നണി വിട്ട് UDFൽ ചേർന്നത് വഴിത്തിരിവായി മാറി. RSPയുടെ മുന്നണി മാറ്റത്തിന് പിന്നാലെ 2014ലും 2019ലും UDF സ്ഥാനാർത്ഥിയായി 2 വട്ടം വിജയിച്ച് ലോക്സഭയിലെത്തിയ NK പ്രേമചന്ദ്രനാണ് ഇത്തവണയും കൊല്ലത്ത് മാറ്റുരയ്ക്കാനായി UDF കളത്തിലിറക്കിയിരിക്കുന്നത്. 2014 37,649 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച NK പ്രേമചന്ദ്രൻ 2019 ഭൂരിപക്ഷം 1,48,869 ഉയർത്തിയിരുന്നു. 2014 CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും 2019 മുൻ രാജ്യസഭാംഗം KN ബാലഗോപാലുമായിരുന്നു NK പ്രേമചന്ദ്രന്റെ പ്രധാന എതിരാളികൾ. 9,69,017 പേരായിരുന്നു കഴിഞ്ഞ തവണ കൊല്ലത്ത് വോട്ട് ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം അത് 4,99,667 വോട്ടുകളുമായിട്ടായിരുന്നു പ്രേമചന്ദ്രന്റെ കുതിപ്പ്. രാജ്യസഭ MP എന്ന നിലയിൽ തിളങ്ങിയിട്ട് പോലും KN ബാലഗോപാലിനെ അത് കൈവിട്ടു. 2019 51.61% വോട്ടുകൾ നേടാനായതിന്റെ ആത്മവിശ്വാസമുണ്ടാകും. ഹാട്രിക് ജയം തേടി ഇറങ്ങുമ്പോൾ പ്രേമചന്ദ്രന്. കഴിഞ്ഞ ദിവസം BJPയുടെ പട്ടിക കൂടി പുറത്തു വന്നപ്പോൾ G കൃഷ്ണകുമാറാണ് BJPക്ക് വേണ്ടി മാറ്റുരയ്ക്കുന്നത്. എന്താകും കൊല്ലത്തെ ജനവിധി എന്നതറിയാൻ ഇനിയും ദിവസങ്ങളുടെ കാത്തിരിപ്പ്. എന്തായാലും കൊല്ലത്ത് വലിയ രീതിയിലുള്ള ത്രികോണ മത്സരം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രേമചന്ദ്രൻ, അതുപോലെ തന്നെ മുകേഷ്, അതുപോലെ G കൃഷ്ണകുമാർ, വലിയ രീതിയിലുള്ള തീപാറുന്ന പോരാട്ടം തന്നെ നടക്കും. തീർച്ചയായിട്ടും കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഒന്നായി കൊല്ലം കൂടി മാറുകയാണ്. NK പ്രേമചന്ദ്രൻ സിറ്റിംഗ് MP എന്ന സ്ഥാനം കൈവിടുമോ ഇല്ലയോ എന്നത് വളരെ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.